It was at this moment that he knew. He fucked up. സ്പീഡില്ലേ 40 കിലോമീറ്റർ സ്പീഡ് ബൈക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട്, പവറൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഓടിക്കാൻ പറ്റുമോ? സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല സാർ. നല്ല വന്നേങ്ങള് ഞങ്ങൾ ഓൾറെഡി ഒരാളെ ഇതിന് സ്പീഡില്ലായിരുന്നു പറഞ്ഞാല്. രണ്ട് തരം വണ്ടികളാ. ആ 2 തരാ കാണുമ്പോ ഒരു പോലെയാ. അത് മുമ്പിലുള്ളതിന് 4, ഇത് 3. ബാംഗ്ലൂര്. അല്ല നിങ്ങൾ ടൂറല്ലേ പോണേ? അതെ, ബൈക്ക് സ്പീഡിൽ റൈഡ് ചെയ്ത് പോകണം അങ്ങനെ? അല്ല, ഞങ്ങള് വെറുതെ റൈഡ്, മെച്ചോർഡ് റൈഡിങ് ഉള്ളൂ. ടൂറല്ലേ? ആ, ടൂറിന്റെ മോഡിൽ പോണ്ടേ? ടൂറിന്റെ മോഡ് എങ്ങനെയാ? എൻജോയ് ചെയ്ത് ചുറ്റും ആടിപ്പാടി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് മെച്ചോർഡ് റൈഡിങ് ആണ് സത്യത്തില്. അല്ല, നമുക്ക് അങ്ങനെ തിരക്കടിച്ച് പോയിട്ടൊന്നുമില്ല. ഇപ്പൊ അവിടെ ആരും വെയിറ്റ് ചെയ്യണില്ല. ഞാനും പറഞ്ഞ അവിടെ ആരും വെയിറ്റ് ചെയ്യണില്ല. ഒരുപാട് കാടല്ലേ, കാട്ടിങ്ങൾക്കൊക്കെ ഒരുപാടുള്ള സ്ഥലം അത്. ഇവിടെ തന്നെ ആനയുടെ ശല്യം സഹിക്കുന്ന ഏരിയ നിങ്ങൾ കാണാറില്ലേ? ലൈവ് വീഡിയോകൾ ഇഷ്ടംപോലെ. ഈ ഇവിടുന്ന് ഒരു മാനം കിട്ടും, മാവുന്നൊരു വലിയ സെറ്റ് അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യും. ബൈക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈക്ക് ആള് എത്തുമോ എന്നുള്ളതല്ലാതെ അതിനൊന്നും പറ്റില്ല. അത് തട്ടി പറഞ്ഞ് എനിക്ക് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പോവും. മനസ്സിലായോ? സൂക്ഷിച്ചൊക്കെ പോകും. ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ, അറിയില്ലേ സാർ? നമ്മളിത് പുതിയ നിയമം അറിയില്ലേ? അല്ല, ഒരു യൂട്യൂബിൽ വ്ളോഗിങ് ഉണ്ട്, അപ്പൊ അതിന്റെ പരിധി വെക്കണതാണ്. അതിൽ വെച്ചിട്ട് കാര്യമില്ല. ഇല്ല, ഇത് KTM. KTM എടുത്ത് ആദ്യം എടുത്തോറൊന്നുമില്ല കേട്ടോ. അത് ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കും സാറേ. അതാണ്. അത് വണ്ടി നല്ലത് തന്നെ, പക്ഷെ നമുക്ക് നമ്മുടെ റോഡ് നല്ലതില്ല. സ്പീഡില്ലെന്ന് അതിന് നമുക്ക് താല്പര്യമില്ല. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ, അതാണ്. നമ്മളെ അന്തരീക്ഷം നമ്മുടെ ടൗൺ മറ്റുള്ളത് പോലെയല്ല. ഏത് സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ പശുക്കൾ തന്നെ റോഡിലേക്ക് അത് കുറേ പശുക്കളുടെ കൈ ഒടിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ വണ്ടി ഇടിച്ചിട്ട്, ബൈക്ക് ഇടിച്ചിട്ട് പശുക്കളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. മനുഷ്യന് അതിന് കൈ ഒടിഞ്ഞാൽ പോകും. പക്ഷെ നിങ്ങൾക്ക് അത് സേഫല്ല. ഒന്ന് എൻജോയ് ചെയ്ത് പോകും. ചുറ്റും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല ക്ലൈമറ്റ്. ഇവിടെ വരുമ്പോൾ AC-ലിരിക്കുന്ന പോലെയല്ലേ. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്തൊക്കെ യാത്ര ചെയ്യും. പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകും. ആതിരപ്പള്ളിക്ക് പോണ ഈ വഴി കൊണ്ട് പോകും. അങ്ങനെ വാൽപ്പാറ വഴി പോവാച്ചിട്ടോ? അതാണ് വെറുതെ അല്ല ഇവിടെ നിന്ന് പഠിച്ചു പോണേ. ഞങ്ങൾ അമേരിക്കയിലുള്ള ഒരു കമ്പനി, US ബേസ്ഡാ. അല്ല, എവിടെ വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. ഇപ്പൊ കൊറോണയ്ക്ക് വേണ്ടി വീട്ടിൽ തന്നെ. IT കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ടൈപ്പാ. ശരി, ഓക്കെ സാർ. സുരക്ഷിതമായിട്ട് പോവാം കേട്ടോ. ആ, ഓക്കെ. വേഴാമ്പല് തരണം കേട്ടോ. തെരഞ്ഞു കേട്ടോ. വേഴാമ്പല കണ്ടിട്ടില്ലേ? പല ജാതി പക്ഷികളുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്. അതെ, മാനും മ്ലാവും ഇഷ്ടം പോലെയാ. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങിയതാ. ഞാൻ പറഞ്ഞ ഇവിടുന്ന് മാൻ ഓടിക്കൊണ്ട് വരും, പെട്ടെന്ന് ക്രോസ് ചെയ്യും. അതെ, ചെറിയ വണ്ടി വലിയ വണ്ടി പോകുമ്പോൾ നിൽക്കും, ചെറിയ വണ്ടി വരുമ്പോ പെട്ടെന്ന് ക്രോസ് ചെയ്യും. അതിനറിയില്ലോ ബൈക്കൊന്നും ഇടിക്കോ, അത് വേണമെങ്കിൽ നിർത്തിക്കോ എന്നുള്ള രീതിയിലാണ് പോവാ. സേഫായിട്ട് പോ. ഓക്കെ സാർ. ഇവിടെ നിന്നാണ് പോയ ആനയുടെ കേന്ദ്രം. ആന തുടങ്ങി. ആന ഇറങ്ങണ സ്ഥലമായിരുന്നു. ആന ഇറങ്ങണ സ്ഥിരം ബസ് ചെയ്യുന്നത്. അതായത് അപ്പുറം മലയിൽ നിന്ന് വന്നിട്ട് അതിരപ്പള്ളി എന്നുള്ളതാ. അതിങ്ങനെ പുഴ, ഇവിടെ പുഴ, തൊട്ടപ്പുറത്ത് പുഴ, പുഴ കടന്നിട്ട് ഇങ്ങനെ ബസ് ഇത് മലയാണ്. ഇങ്ങോട്ട് കയറി പോണോ അല്ലേ? ജീവികളൊക്കെ ഉണ്ട്, വെറുതെ കണ്ടുപോകും. അതെ, വെറുതെ ഓടിപ്പോയിട്ട് കാര്യമില്ല.
ശരി ഉറപ്പായിക്കോട്ടെതാ. ഓക്കെ. നല്ല അടിപൊളി പോലീസുകാരായിരുന്നു സത്യം പറയാലോ. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മൾ സ്ലോവിൽ തന്നെയാണ് പോയിരുന്നത്, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മളൊട്ടും തീരെ ഫാസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തം പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിലാണ് പോണത്. നല്ല പോലീസുകാർ, നൈസ് പോലീസുകാരല്ലേ, അവർ നൈസ് കമ്പനിയായിരുന്നു. ഞാൻ വിചാരിച്ചു വലിയ ആയി ഇത്, പക്ഷെ സീനൊന്നുമില്ല.